കർത്താവേ, കവല രോഗത്തിൽ നിന്നെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ കവലയിൽ പോയിരിക്കുന്ന സ്വഭാവം, ചട്ടമ്പി സ്വഭാവം, ചായക്കടയിൽ പോയിരുന്ന് കുറ്റം പറയുന്ന സ്വഭാവം, ഇതെല്ലാം ഒരു പൈശാചിക ബന്ധനങ്ങൾ കൂടിയാണ്. അതിന് പ്രത്യേക സുഖമുണ്ട്. അതിൽ നിന്ന് മദ്യപാനത്തിലേക്ക്, കൂട്ടുകെട്ടിലേക്ക്, ലൈംഗിക വൈകൃതങ്ങളിലേക്കൊക്കെ നമ്മൾ പോകും. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ തകർന്ന് തരിപ്പണമാവും. രണ്ട് തരം. അപ്പം അതുകൊണ്ട് ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വീട്ടിലെ ശത്രു നാട്ടിലെ മിത്രമെന്നായിരിക്കും വരവ് ഇവരുടെ സ്വഭാവം. നാട്ടിലെല്ലാവർക്കും വലിയ കാര്യമാണ്. കാരണം വെള്ളം കൂടിയും കൂട്ടുകെട്ടും സ്നേഹവും സഹായവും ഒക്കെ ഉണ്ടാവും. വീട്ടിലെല്ലാവരുമായിട്ടും വെറുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പൈശാചിക ബന്ധനം പോലെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ പിശാചിൻ്റെ ആക്രമത്തിൽ നിന്ന് കൂട്ടുകാർ പിശാചുണ്ടാവും, അതുപോലെ തന്നെ മദ്യപിശാച് കയറും, അതുപോലെ തന്നെ കവലയിൽ പോയിരുന്ന് കവല ചട്ടമ്പിയുടെ സ്വഭാവം കാണിക്കും. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകളിൽ നിന്ന് ബലഹീനതകളിലേക്ക് പോകും. യേശുനാഥ, ഈ കവല രോഗത്തിൽ നിന്ന് ഈ മക്കളെ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതം കവലയിൽ പോയിരുന്ന് ചെലവഴിക്കാനുള്ള പ്രാർത്ഥനയിലും ജീവിത ശൈലിയിലും മാറ്റം വരുത്താനുള്ള തലമാണ്. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ. കർത്താവെ, ശക്തിപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ. ഈ കവല രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും കർത്താവ് നിങ്ങളെ പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചനം നേടണേ. കവലരോഗ പിശാചിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണമേ. കവലയിലെ കൂട്ടുകാരിൽ നിന്ന് ഈ മക്കളെ രക്ഷിക്കണമേ. എല്ലാ ബന്ധനങ്ങളെയും കർത്താവെ അഴിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.